നമസ്കാരം. കളിമേള സഞ്ചാരം 24ാമത്തെ ക്ലാസ്. ഇന്ന് ഇതിനു മുൻപ് പരിചയപ്പെടുത്തിയ ഇരട്ടിവട്ടം എന്ന മേള സംവിധാനത്തെക്കുറിച്ച് തന്നെയാണ് ഇന്ന് ഒന്നുകൂടി പറയാൻ വിചാരിക്കുന്നത്. കാരണം അതിൻ്റെ ചില ഭാഗങ്ങൾ കൂടി ചെയ്താൽ തെറ്റില്ല എന്ന ചില നിർദ്ദേശങ്ങൾ എന്നോട് ആവശ്യപ്പെട്ടതനുസരിച്ചാണ് വീണ്ടും ആ വിഷയം തന്നെ പറയാൻ ആഗ്രഹിക്കുന്നത്. ഈ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് കഥകളിച്ചണ്ടയിൽ പാലക്കാട് ജില്ലയിലുള്ള വെള്ളിനേഴി ഗവൺമെൻറ് ഹൈസ്കൂളിൽ ജോലി ചെയ്തിരുന്ന ദാമോദരൻ നായർ എന്ന കഥകളി ചെണ്ട കലാകാരനെ അനുസ്മരിക്കുന്നതിന് ഉദ്ദേശിക്കുന്നു. കേരള കലാമണ്ഡലത്തിലെ ആദ്യകാല പഠിതാക്കളിൽ ഒരാളാണ് ഈ ദാമോദരൻ നായർ. വെള്ളിനേഴി പാലക്കാട് ജില്ലയിൽ തന്നെയുള്ള വെള്ളിനേഴി സ്വദേശിയാണ്. വെള്ളിനേഴി സ്കൂളിൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ, അതായത് നേരത്തെ ഉണ്ടായിരുന്ന ഹൈസ്കൂളിൽ ചെണ്ട അധ്യാപകനായി ജോലി ചെയ്യുകയും ചെയ്തിരുന്ന കലാകാരനാണ്. നിരവധി ഈ പ്രാദേശികമായ കളികൾക്ക് അദ്ദേഹം അരങ്ങിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. നിരവധി വിദ്യാർത്ഥികളെ പഠിപ്പിക്കുകയും കലാകാരന്മാരെ ആയി ഉയർത്തുകയും ചെയ്തിട്ടുണ്ട്. ഇടത് കൈ കൊണ്ടാണ് അദ്ദേഹം കൊട്ടിയുന്നത്. സവിശേഷതയുള്ളത് ആ ഇടത് കൈ കൊണ്ട് തന്നെ കുട്ടിയെ കഥകളിക്കൊക്കെ നിരവധി അരങ്ങുകളിൽ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. വളരെ സൗമ്യശീലനായ, സാധുശീലനായ, നല്ല മനസ്സിൻ്റെ ഉടമയായ നല്ലൊരു മനുഷ്യനും കൂടിയാണ് അദ്ദേഹം. നല്ല കലാകാരനെ അനുസ്മരിക്കുന്നതിനും ഇന്നത്തെ ഈ ക്ലാസ് അദ്ദേഹത്തിന് സമർപ്പിക്കുന്നതിനും ഉദ്ദേശിക്കുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇരട്ടിവട്ടത്തിൻ്റെ ഉപയോഗങ്ങൾ ഇതിനു മുമ്പ് പല അവസരങ്ങളിൽ പ്രയോഗിക്കേണ്ടതിനെക്കുറിച്ച് പറഞ്ഞു. ഇന്ന് പ്രധാനമായിട്ടും പറയുന്നത് 3 സന്ദർഭങ്ങളിലുള്ള ഇരട്ടിവട്ടത്തെക്കുറിച്ച് മാത്രമാണ്. അതിലൊന്ന് നളചരിതം 2-ാം ദിവസത്തിലെ വേർപാട് രംഗത്തിലുള്ള ഇരട്ടിവട്ടം. ഒന്ന് ദുര്യോധനവധത്തിലെ രൗദ്രവിപിനും ദുശാസനും തമ്മിലുള്ള യുദ്ധം കഴിഞ്ഞ് ദുശാസനെ കൊന്ന് കൃഷ്ണനെ നമസ്കരിച്ച് വിടവാങ്ങുമ്പോഴുള്ള ഇരട്ടിവട്ടം. ഒന്ന് ലവണാസുരത്തിൽ ലവകുശന്മാരും ഹനുമാനും തമ്മിലുള്ള യുദ്ധത്തിന് ശേഷം സീതയെ വന്ന് കണ്ട് സീതയുടെ അടുക്കൽ നിന്ന് ഹനുമാൻ വിടവാങ്ങുന്ന മറ്റൊരു സന്ദർഭം. ഇങ്ങനെ 3 ഇരട്ടിവട്ടങ്ങളെക്കുറിച്ചാണ് ഇവിടെ പറയാനായിരിക്കുന്നത്. 3ഉം വ്യത്യസ്തമാണ് എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ആ 3 വിഷയങ്ങൾ മാത്രമായി പറയാൻ വിചാരിക്കുന്നത്. നളചരിതം 2-ാം ദിവസത്തിലെ വേർപാട് രംഗം, നളനും ദമയന്തിയും തമ്മിലുള്ള, അല്ലെങ്കിൽ ചൂതുകളിക്ക് ശേഷം കാട്ടിലെത്തി അവർ തമ്മിലുള്ള പദങ്ങൾ കഴിഞ്ഞ്, ഞാൻ പദങ്ങളിലേക്കൊന്നും കിടക്കുന്നില്ല. പയ്യോ പൊറുക്കാമേ എന്ന് കഴിഞ്ഞ് കാനനം ഇതെന്തെന്നാൽ അധികം ഭീതിതമല്ലേ എന്നുള്ള പദമൊക്കെ കഴിഞ്ഞ് നൂനം ഈ വഴി ചെന്നാൽ കാണാം പയോഷ്ണിയാറും പദത്തിന് ശേഷം അവിടെ വിശ്രമിക്കുക എന്ന ഭാവത്തിൽ അവിടെ ഒരു സ്ഥലത്തിരുന്ന് ദമയന്തിയെ ഉപേക്ഷിക്കുന്നതിനെക്കുറിച്ച്, അല്ലെങ്കിൽ തൻ്റെ കൂടെ നിന്നാൽ ഇവളെ വേണ്ട പോലെ പരിചരിക്കാൻ പറ്റില്ല എന്നുള്ള ഉത്തമ ബോധ്യത്തോടു കൂടി ഇവളെ വേർപെട്ട് കഴിഞ്ഞാൽ ദമയന്തി രക്ഷപ്പെടാൻ സാധ്യതയുണ്ട് എന്നുള്ള വിചാരത്തിൽ ദമയന്തിയെ ഉപേക്ഷിക്കാൻ പുറപ്പെട്ടു. അങ്ങനെ ധാരാളം ആട്ടങ്ങൾ ഈ സന്ദർഭത്തിൽ നളൻ ചെയ്യുന്നുണ്ട്. അത്
വളരെയധികം സംഘർഷം നിറഞ്ഞ ആട്ടങ്ങളുമാണ് അതിലുള്ളത്. അപ്പോൾ പിരിയുന്നതിലുള്ള മനസ്സംഘർഷമുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഈ എങ്ങനെയും അത് തീർച്ചയാക്കി പിന്നെ വസ്ത്രം എങ്ങനെയാണ് കീറേണ്ടത് എന്ന് ആലോചിക്കുമ്പോൾ അത് കീറുന്നതിനുള്ള ഉപകരണം അവിടെ നിന്ന് കിട്ടി. എങ്ങനെയും ഈ വസ്ത്രം ഒരു ചെണ്ടക്കാരനെ സംബന്ധിച്ചിടത്തോളം ഈ ആട്ടം വളരെ സാവധാനത്തിൽ തുടങ്ങി അതിങ്ങനെ കയറി അതിൻ്റെ സംഘർഷത്തിനനുസരിച്ച് കയറി വരുന്നതാണ് ഈ മേളത്തിൻ്റെ സ്വഭാവം. അപ്പോൾ ഈ ആട്ടം വസ്ത്രം ഉടുത്തു കഴിഞ്ഞാൽ കാലം മുറുകും. പിന്നെ നേരത്തെ ഉണ്ടായിരുന്ന കാലത്തിൽ നിന്ന് മുറുകും. അപ്പോൾ അങ്ങനെ ആ ഉടുത്തു കഴിഞ്ഞ് പിന്നെ പോകേണ്ട അല്ലെങ്കിൽ അതിൻ്റെ പരിഭ്രമങ്ങളൊക്കെ സ്വാഭാവികമായും ഉണ്ടാവും. അപ്പോൾ തൻ്റെ ഭാര്യയെ ഭൈമിയെ അവൾക്ക് മറ്റ് ദോഷങ്ങളൊന്നും സംഭവിക്കരുത്, അവളെ രക്ഷിക്കണം അല്ലെങ്കിൽ എന്ന് നിർദ്ദേശിക്കുന്ന കാട്ടിലെ സിംഹം, പുലി തുടങ്ങിയിട്ടുള്ള ഉഗ്ര മൃഗങ്ങളോട് അവളെ ഉപദ്രവിക്കരുത് എന്ന് പറയുന്നുണ്ട്. മുനിമാരോട് ഇവളെ കാത്തുകൊള്ളണേ എന്ന് അപേക്ഷിക്കുന്നുണ്ട്. ദേവതമാരോട് ഇവൾക്ക് വേണ്ട പരിചരണം കൊടുക്കണേ, അവളെ രക്ഷിക്കണേ, അവൾക്കൊന്നും ആപത്തൊന്നും സംഭവിക്കരുത് എന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ വ്യത്യസ്തമായ ആട്ടങ്ങൾ ഇവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് പോലെ വളരെ വേഗതയിൽ ഈ നളൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ പോരേണ്ട അല്ലെങ്കിൽ പിരിഞ്ഞു പോരേണ്ട ആ ഘട്ടത്തിലാണ് ഇതൊക്കെ നടക്കുന്നത്. അപ്പോൾ ആട്ടം സ്വാഭാവികമായും കാലം വല്ലാതെ മുറുകിയിരിക്കും. എന്നുള്ള കാലത്തിലാണ് ഇത്, വളരെ മുറുകിയ കാലത്തിലാണ് ആട്ടത്തിൻ്റെ മേളത്തിൻ്റെ അധികമൊന്നും കൊട്ടുന്നില്ല. പക്ഷെ കാലങ്ങൾ വളരെയധികം മുറുകിയിട്ടുള്ളത്. ഒരു ചെണ്ടക്കാരനെ സംബന്ധിച്ചിടത്തോളം ചെണ്ടക്കാരൻ മാത്രമല്ല, അരങ്ങിലുള്ള ചെണ്ടയും മദ്ദളം താളം പിടിക്കുന്ന കലാകാരന്മാർക്ക് പോലും ഈ നളൻ്റെ സംഘർഷത്തെ ഏറ്റെടുത്ത് അതിൽ മുഴുകാൻ സാധിക്കും, അല്ലെങ്കിൽ മുഴുകിയിരിക്കും. അങ്ങനെ ഒരു അവസ്ഥയിലാണ്. അപ്പോൾ പിന്നെ ചെണ്ടക്കാരനെ സംബന്ധിച്ചോളം മനസ്സും ശരീരവും വളരെയധികം അധ്വാനിക്കേണ്ട ഒരു ഘട്ടമാണ് ഈ വേർപാടിനേക്കും. അതൊരു യുദ്ധം അല്ലെങ്കിൽ ഒരു യുദ്ധപ്രതീതി നമ്മുടെ മനസ്സിൽ എങ്ങനെയും അത് ഉണ്ടാക്കാറുണ്ട്, അല്ലെങ്കിൽ ഉണ്ടാവാറുണ്ട്. ഈ വേർപാട് രംഗത്തിലത്തെ ഈ മേളത്തിൻ്റെ അവസ്ഥ അത്ര സംഘർഷം നിറഞ്ഞ ഒരു മേളമാണ് ഈ വേർപാട് രംഗം. അതിൽ താളവും മദ്ദളത്തിൻ്റെ താങ്ങലും അല്ലെങ്കിൽ അവിടുത്തെ എല്ലാ ഈ നളൻ്റെ വ്യഥകളും അല്ലെങ്കിൽ പരിഭ്രമവും എല്ലാം അത് നമ്മൾ ഈ സഹകലാകാരന്മാർക്ക് പോലും ഉണ്ടാവും. എങ്കിലും അത്തരമൊരു ഘട്ടത്തിലാണത് ഈ പിന്നെ ഈ വേർപാടിൻ്റെ അവസാനത്തെ ഇരട്ടിവട്ടം. ഞാൻ ഇരട്ടിവട്ടത്തെ മാത്രം കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കാലം മുറുകെ അങ്ങനെ പോവാൻ പിന്നെ തീർച്ചയാക്കി വനദേവതമാരോട്, മൃഗങ്ങളോട്, മഹർഷിമാരോട്, അവിടെയുള്ള വനത്തിലുള്ള മറ്റുള്ളവരോടൊക്കെ പറഞ്ഞ് ഇവളെ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് പോവാൻ പുറപ്പെടുകയാണ്. അപ്പോൾ ആ ആട്ടത്തിൻ്റെ ഏകദേശം അവസാനം എത്തുമ്പോൾ കാലം അങ്ങോട്ടും മുറുകെ ഈ കാലത്തിൻ്റെ വേഗത കൊണ്ട് ഈ പിന്നെ ഇരട്ടിവട്ടത്തിൻ്റെ പ്രയോഗം കൊണ്ട് ഈ ഭാവം അല്ലെങ്കിൽ ആ പരിഭ്രമം, സങ്കടം ഇതെല്ലാം മാറി മാറി വരുത്താൻ ഈ മേളം കൊണ്ടും അല്ലെങ്കിൽ ഇതിൻ്റെ കാലം കൊണ്ടും സാധിക്കുന്നു എന്ന് പറയാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ ഈ ഒരു അല്പനേരം ഉരുളുകയെ കുറച്ച് നീളത്തിൽ കൊട്ടുന്നതായിരിക്കും നല്ലത്. അതായത് കാരണം എന്താ വെച്ചാൽ ആ താളം ഇങ്ങനെ നമുക്ക് സ്വാധീനം വരുന്നതിനും അല്ലെങ്കിൽ ആ മേളത്തെ നമുക്ക് സ്വാധീനിച്ച് വരുന്നതിനും ഈ ആ നോക്കുന്നതിലുള്ള ഒരു നിമിഷത്തെ
ആ ആ നോട്ടത്തിനും ഉതകുന്ന വിധത്തിൽ പിന്നെയാണ് അതിങ്ങനെ പരിഭ്രമിച്ച് മറ്റു ഭാഗത്തേക്കോ അല്ലെങ്കിൽ വല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തുന്നത്. അപ്പോൾ ഇത് ഒന്ന് ഉള്ളത് ഞാൻ കുട്ടി അതിൻ്റെ രൂപം ഏകദേശം നമുക്ക് കാണിക്കാം. ഇത് വേഷവും അല്ലെങ്കിൽ പിന്നെ കഥാപാത്രമോ നടനോ മുമ്പിലുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് അതിൻ്റെ പൂർണ്ണ തോതിൽ കുട്ടി അനുഭവിക്കാൻ പറ്റുള്ളൂ. എങ്ങനെയും വനവും അല്ലെങ്കിൽ അത് അന്തരീക്ഷത്തെ തൻ്റെ വിട്ടുപിരിയേണ്ട അവസ്ഥയും ആലോചിക്കുമ്പോൾ വളരെ ഈ ഇരട്ടിവത്തിൻ്റെ മേളത്തിൻ്റെ ശബ്ദം കൂട്ടും. അത് കഴിഞ്ഞ് ദമയന്തിയെ കണ്ട് അവളെയാണല്ലോ താൻ പിരിയുന്നത്, തൻ്റെ പ്രയാസിയാണല്ലോ ഈ കിടക്കുന്നത്, നിരാശ്രയായ ഈ ദമയന്തിയാണല്ലോ ഇവിടെ കിടക്കുന്നത് എന്നൊക്കെ ആലോചിക്കുമ്പോഴുള്ള വിഷമം വരുമ്പോൾ മേളത്തിന് ശബ്ദം കുറയ്ക്കുകയും ചെയ്യും. അപ്പോൾ വളരെ നേർത്ത് കൂട്ടി പിന്നെ ഈ ഭീതി ആയ രംഗമുണ്ട് അല്ലെങ്കിൽ തോന്നിപ്പിക്കുമ്പോൾ അവിടെ ഉച്ചത്തിൽ കൊട്ടുകയും ചെയ്യും. ഇങ്ങനെ 3 തവണ കൊട്ടിയിരിക്കും. 3ാമത്തെ തവണ ആ വേർപിരിയുന്നതിൽ തൻ്റെ കലി പിന്നിലേക്ക് വലിക്കുന്നു, ദമയന്തി അങ്ങോട്ട് വലിക്കുന്നു. അപ്പോൾ അങ്ങനെ 2-3 അവസ്ഥകൾ മാറി മാറി വരുമ്പോൾ ഈ ഇരട്ടിവട്ടത്തിൻ്റെ നീളം കൂട്ടുകയും അത് കുറഞ്ഞു വന്ന് പിരിഞ്ഞു പോവുകയും ചെയ്യും. അപ്പോൾ ഞാൻ എങ്ങനെയും ആ ആട്ടത്തിൻ്റെ അവസാനം കഴിഞ്ഞ് ഇരട്ടിവട്ടത്തിന് ചെറിയൊരു രൂപം കൊട്ടി കാണിച്ചു തരാം. ഇതിൻ്റെ ചെറിയ ഒരു മാതൃക എന്ന് മാത്രം വിചാരിച്ചാൽ മതി. അത് ആ കഥാപാത്രം അത് നളൻ്റെ പദത്തിന് ശേഷമുള്ള ഏകദേശം 20-25 മിനിറ്റ് നേരം നീണ്ടു നിൽക്കുന്ന ആട്ടം, അതൊക്കെ അപ്പോൾ അത്തരം ആലോചനകളും ഈ പ്രവൃത്തിയും ഇതിൻ്റെ പാരമ്യത്തിലാണ് ഈ ദമയന്തിയെ കാണുന്നതും അല്ലെങ്കിൽ വനം കാണുന്നതുള്ള അവസ്ഥ വരുന്നത്. അപ്പോൾ അങ്ങനെ പിരിയേണ്ട കലി പിന്നിലേക്ക് വലിക്കുന്നു, ദമയന്തിയെ പിരിയുന്നതിലുള്ള ദമയന്തിയെ കാണുമ്പോഴുള്ള വിചാരങ്ങൾ മുന്നിലേക്ക് വലിക്കുന്നു. ഇതൊക്കെ അപ്പോൾ ഈ ഇരട്ടിവട്ടത്തിൻ്റെ വേഗതയിൽ ഈ ഭാവത്തെ സൃഷ്ടിക്കുന്നു എന്നത് പറയാൻ വേണ്ടി മാത്രമാണ് ഞാനതൊന്ന് അതിൻ്റെ ഒന്ന് കാണിച്ചത്. മറ്റൊരു സന്ദർഭമുള്ളത് നേരത്തെ പറഞ്ഞ രണ്ടാമത്തെ വിഷയം ദുര്യോധനവധത്തിലെ രൗദ്രഭീമനും ദുശാസനും തമ്മിലുള്ള യുദ്ധം. ആ യുദ്ധം കഴിഞ്ഞ് അത് ദുര്യോധനവധത്തിൽ ദുശാസൻ്റെ മാറുപിളർന്ന് ദുശാസൻ്റെ വധം കഴിഞ്ഞ് എങ്കിൽ കൃഷ്ണനെ കണ്ട് നമസ്കരിക്കുന്നു. എന്നെ കൊണ്ട് ഇപ്രകാരം എൻ്റെ ബന്ധുക്കളെ എല്ലാം
നശിപ്പിക്കേണ്ടി വന്നില്ലേ എന്നൊക്കെ കൃഷ്ണനോട് പരിഭവം പറയുന്നു. അങ്ങനെ കൃഷ്ണൻ സമാധാനിപ്പിക്കുന്നു, ഇത് രാജധർമ്മമാണ്, അതിൽ നീ ഒട്ടും ദുഃഖിക്കേണ്ടതില്ല എന്ന് പറഞ്ഞ് കൃഷ്ണൻ സമാധാനിപ്പിച്ച് കൃഷ്ണൻ്റെ കാലടികളിലുള്ള പൊടി അല്ലെങ്കിൽ ധൂളികൾ അല്ലെങ്കിൽ പാദങ്ങളിലുള്ള മൺപൊടി തലയിലേക്ക് അഭിഷേകം ചെയ്യുന്നു. അപ്പോൾ ഏകദേശം നമസ്കരിച്ച് ഡണ്ണ കാണാൻ ഗഡ ഈ പിന്നെ കാലത്തിലെ ഡണ്ണ കാണാൻ ഗഡ കാണാൻ ഈ നമസ്കരിക്കുന്നതിൻ്റെ അവസാനം നമസ്കരിച്ച് അവിടെ ഇരുന്ന് കഴിഞ്ഞാലാണ് ഈ 3 പ്രാവശ്യം ഈ പൊടി എടുത്ത് തലയിലിടുന്നത്. അപ്പോൾ ഇരട്ടിവട്ടത്തിൽ സ്ഥായിയായ മേളം എന്ന് പറഞ്ഞത് ഈ ഇരട്ടിവട്ടം തന്നെയാണ്. ഡണ്ണ കാണാൻ ഗഡരണ്ണ കാണാൻ ഗഡരണ്ണ കാണാൻ കണ ഗഡരണ്ണ അങ്ങനെ 3 പ്രാവശ്യം കഴിയണം. ഇങ്ങനെ കഴിഞ്ഞാൽ അപ്പോൾ അവിടെ സ്വാഭാവികമായും ഈ രൗദ്രവീമൻ്റെ രംഗത്തിൽ ഒരു ചെണ്ടയായിരിക്കില്ല, 2 ചിലപ്പോൾ ഇപ്പോൾ അടുത്ത കാലത്തൊക്കെ 2-ൽ കൂടുതൽ ചെണ്ടകൾ ഉണ്ടാവുന്ന സന്ദർഭങ്ങളുണ്ടായി. അപ്പം എങ്ങനെയും മേളത്തിൽ വല്ലാത്ത ഒരു ശബ്ദഘോഷം അവിടെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ 2 ചെണ്ട പിന്നെ 1-ൽ കൂടുതലുള്ള കലാകാരന്മാർ, മദ്ദളം അതുപോലെ തന്നെ 1-ലധികമുള്ള കലാകാരന്മാർ. അപ്പോൾ ഇവരെല്ലാവരും ഉത്സാഹത്തിലും ഈ കൊട്ടിയിട്ടുള്ള ആനന്ദത്തിലൊക്കെയാണ് അതൊക്കെ ഉണ്ടാവുക. അപ്പോൾ ഈ മേളം കൊണ്ട് അവിടെ തീർക്കുന്ന ഒരു ശബ്ദ പ്രാധാന്യത്തിനാണ് ഇവിടെ അതിന് സ്ഥാനം കണ്ടിരിക്കുന്നത്. പിന്നെ നമസ്കരിക്കുന്നതിലുള്ള അല്ലെങ്കിൽ ഇത്ര നീണ്ട ഭാരതയുദ്ധത്തിന് ശേഷം അതിൻ്റെ ഒരു കൃതാർത്ഥത അറിയിക്കലൊക്കെ ഈ ഭീമൻ്റെ കർത്തവ്യമുണ്ട്. അപ്പോൾ അങ്ങനെ വളരെ വിനയാന്വിതനായി വളരെ ദീർഘനേരം നമസ്കരിച്ച് അങ്ങനെയാണ് ഇവിടെ പറയുന്നത് ആ രംഗത്തുനിന്ന്. അപ്പോൾ എങ്ങനെയും ഡണ്ണ കാണാൻ ഗഡരണ്ണ ഈ ഇത് 3 പ്രാവശ്യം കഴിയും. എന്നിട്ട് അതിൻ്റെ അവസാനത്തിലാണ് ഇപ്പോൾ ഈ കൊട്ടാൻ പോകുന്നത്. അപ്പോൾ 2 മേളക്കാർ തമ്മിലുള്ള ഒരു സൗഹൃദ മത്സരം പോലെ അമർത്തി ഒരാൾ കൂട്ടുന്നു, മറ്റ് മെല്ലെ കൂട്ടുന്നു. അല്ലെങ്കിൽ 2 പേരും അമർത്തി കൂട്ടുകയാണെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് മദ്ദളം താങ്ങിക്കൊണ്ടിരിക്കും ആ മെല്ലെ കൊട്ടുന്ന സമയത്ത്. അപ്പോൾ അങ്ങനെ പിന്നെ അത് കുറച്ച് കൊണ്ടുവരുന്നത് ഡണ്ണാണ് അപ്പോൾ അത് 8 കൂട്ടും നീളത്തിനനുസരിച്ച് ഡണ്ണ്. പിന്നെ ഒരേപോലെ ശബ്ദത്തിൽ ഡണ്ണാണ് പിന്നെ അത് കുറച്ച് വരും ഡണ്ണാണ് പിന്നെ അതും കുറച്ച് വരും ഡണ്ണാണ്. അപ്പോൾ എങ്ങനെയും കാലം മുറുകി ആവില്ല. രൗദ്രവീമൻ്റെ യുദ്ധരംഗത്തിലുള്ളതുപോലെ കാലത്തെ മുറുകുന്നത് ഈ നമസ്കരിക്കുന്ന സന്ദർഭത്തിലുണ്ടാവില്ല, കാലം താഴ്ത്തിയിട്ടാണ്. അതാണ് ആ കഥയിലുള്ള അല്ലെങ്കിൽ ആ സന്ദർഭത്തിലുള്ള ഇരട്ടിവട്ടം കൊട്ടുന്നതിൻ്റെ ഏകദേശ രൂപം. മറ്റൊന്ന് ലവണാസുരത്തിൽ ഹനുമാനും ലഘുശൻ തമ്മിലുള്ള യുദ്ധം കഴിഞ്ഞ് ഹനുമാനെ ലഘുശന്മാർ പിടിച്ചു കെട്ടി മാതാവിൻ്റെ അടുക്കലേക്ക് എത്തി. സീതയും ഹനുമാനും തമ്മിൽ കണ്ട് ആ പദങ്ങൾ കഴിഞ്ഞ് കുതിരയെ മോചിപ്പിച്ച് ഹനുമാന് കൊടുക്കുന്നു. അത് കഴിഞ്ഞ് കുതിരയെ പിടിച്ച്
സീതയെ നമസ്കരിച്ച് വിടവാങ്ങുന്ന ആ സന്ദർഭം. അതും ഇതുപോലെ തന്നെ കാലം മുറുകിയല്ല കൂട്ടുന്നത്. ഇടകാലത്തിലൂടെ ഇടണ്ടാണ് ഗിടരുണ്ടാണ് ഗിടര് എന്നുള്ള കാലത്തിലാണ് കൂട്ടുന്നത്. അവിടെ ഒരു ചെണ്ട മാത്രമേ ഉള്ളൂ താനും. ഈ ലവണാസുരത്തിൽ ഈ സന്ദർഭത്തിൽ ഒരു ചെണ്ട മാത്രമേ ഉള്ളൂ. അപ്പോൾ വേർപാടിൻ്റെ അവിടെയും ഒരു ചെണ്ട മാത്രമേ ഉള്ളൂ. ഈ രണ്ട് ചെണ്ടായ എന്നുള്ളത്, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ചെണ്ടായ എന്നുള്ളത് ഈ രൗദ്രവനും ദുശാസനും തമ്മിലുള്ള രംഗത്തിൽ മാത്രമാണ്. ഇവിടെയും ഇത്തരം നീണ്ട ഇരട്ടിവട്ടത്തോടുകൂടി സീതയെ നമസ്കരിച്ച് പിൻവാങ്ങുന്ന ഒരു ശൈലി ഉണ്ട് എന്ന് മാത്രം പറയാൻ വേണ്ടിയാണ് ഇതും കൂടിയും പറഞ്ഞത്. അപ്പോൾ അവിടെയും ഇത് കാലം അങ്ങനെ മാറുകയും ചെയ്യുന്നു. അപ്പോൾ 3 വ്യത്യസ്തമായിട്ടുള്ള ഇരട്ടിവട്ടങ്ങളിൽ വളരെ മനസ്സും ശരീരവും എന്നതുപോലെ ഒരേപോലെ അധ്വാനിക്കേണ്ട ഘട്ടമെന്ന് പറഞ്ഞത് വേർപാടിലത്തെ ഇരട്ടിവട്ടമാണ്. കാലം വല്ലാതെ മുറുകിയിരിക്കും. താളവും മദ്ദളവും ചേർന്ന് അവിടെ ഈ ആ അന്തരീക്ഷത്തെ വല്ലാത്തൊരു അവസ്ഥയിലേക്ക് എത്തിക്കുന്നുണ്ട്. അതിൽ ഈ കൊട്ടിൻ്റെ എണ്ണങ്ങളുടെ വേഗത കൊണ്ട്, അല്ലെങ്കിൽ ആ ഭാവത്തെ മാറി മാറി ഉണ്ടാക്കാൻ സാധിക്കുന്നത് കാലത്തിൻ്റെ വേഗത കൊണ്ട് അവിടെ ഈ ഭാവത്തെ സൃഷ്ടിക്കാൻ സാധിക്കുന്നുണ്ട്. മറ്റൊന്ന്, യുദ്ധരംഗത്തിന് ശേഷം രൗദ്രവീപൻ്റെയും ദുശാസൻ്റെയും യുദ്ധത്തിന് ശേഷം കൃഷ്ണനെ കണ്ട് നമസ്കരിച്ച് പിൻവാങ്ങുന്നതാണ്. അവിടെ കാലം താഴ്ത്തുന്നതിലൂടെ ആ ഭക്തിയെ, കൃഷ്ണനോടുള്ള ഭക്തിയെ സൂചിപ്പിക്കുന്നുണ്ട്. ഏകദേശം ആ സ്വഭാവം തന്നെയാണ് അവിടെ. 2 ചെണ്ടയുടെ മേളത്തിൻ്റെ അവസ്ഥയാണെങ്കിൽ ലവണാസുരത്തിൽ ഹനുമാൻ സീതയെ നമസ്കരിച്ച് വിടവാങ്ങുന്ന ഇടത്തും ഈ കാലത്തിൻ്റെ താഴ്ചയിലൂടെ അവിടെ വളരെ വിസ്തരിച്ച വന്ദനവും വിടവാങ്ങലും കൊണ്ട് ആ ഭക്തിയെ മറ്റൊരു തരത്തിൽ സൂചിപ്പിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ ഇരട്ടിവട്ടം ഇങ്ങനെ ഇനിയും കഥകളിൽ വ്യത്യസ്ത അവസ്ഥയിൽ കൊട്ടേണ്ടതുണ്ട്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വളരെ എണ്ണങ്ങളുടെ ഒരേ തരത്തിലുള്ള എണ്ണങ്ങളെ കൊണ്ട് വിവിധ തരത്തിലുള്ള ഭാവങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കുന്നു എന്ന് സൂചിപ്പിക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഈ ഇരട്ടിവട്ടത്തെക്കുറിച്ചുള്ള ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചതായി അറിയിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം.